എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു ചെറിയൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ എല്ലായിടത്തും നല്ല മഴയല്ലേ, അപ്പം മക്കൾക്കുള്ള സ്കൂളിൽ പോകണം. അപ്പം മക്കൾക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കിയാണ് കുളിക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാനായിട്ടാണ് ഇരിക്കുന്നത്. പുട്ട് മഞ്ഞ കളറ് നമ്മുടെ ചോളത്തിൻ്റെ പുട്ടാണ്. ഇത് നനച്ച് വെച്ചതിന് ശേഷം മോനെ ഉണർത്തണം. മോൾ ഉണർന്നു, പല്ല് തേക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ മോൻ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ്. ഉണർത്തിയതാണ്, പിന്നെ ഉറക്കം വരുന്നെന്നും പറഞ്ഞ് അവൻ പിന്നെയും സെറ്റിൽ കിടക്കുകയാണ്. മോള് തൻ്റെ പല്ലൊക്കെ തേക്കുന്നു. ഇനി നമുക്കിന്ന് കടലക്കറിയല്ലേ, അപ്പം കടലക്കറി വെക്കാനായിട്ട് പോകാം. എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ടു, മുളകിട്ടു. ഇനി സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം മിക്ക വീടുകളിലും സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ എളുപ്പപ്പണിയായിട്ട് പുട്ടും കടലക്കറിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇന്ന് കുറച്ച് വൈകി ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്, മഴയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെറ്റൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇച്ചിരി പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. ഇപ്പം ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, ഇതൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കുക്ക് ചെയ്യുന്ന കടലക്കറി. അപ്പം ഇത് നമ്മൾ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയല്ല, ഒന്നെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് കുറച്ച് അരച്ച് ചേർക്കാം. അപ്പോൾ ഞാനിന്ന് കടല അരച്ചില്ല, മിക്സിയിലിട്ട് അരച്ചില്ല. കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചില്ല. നമ്മുടെ ഇടികല്ലിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കൊഴുപ്പ് കുറവുണ്ട് ഇന്ന് കറിക്ക്. അപ്പോൾ ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കടലക്കറി ഓഫ് ചെയ്യാം. അപ്പം പുട്ടും കടലക്കറി ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള പുട്ടും ഞാൻ വെച്ചിട്ടുണ്ട് ആവിയിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.